ഹായ് എവ്രി വൺ, എല്ലാവർക്കും KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഡിഗ്രിയിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇന്ന് നമ്മൾ ഏജിങ് ഇൻ ഇന്ത്യ സം സോഷ്യൽ ചാലഞ്ചസ് ടു എൽഡർലി കെയർ എന്ന ആർട്ടിക്കിളിൻ്റെ സമ്മറിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ഏജിങ് ഇൻ ഇന്ത്യ സം സോഷ്യൽ ചാലഞ്ചസ് ടു എൽഡർലി കെയർ ഈസ് എൻ ആർട്ടിക്കിൾ ബൈ അബയ് ബി മാനെ. അബയ് ബി മാനെ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഏജിങ് ഇൻ ഇന്ത്യ സം സോഷ്യൽ ചാലഞ്ചസ് ടു എൽഡർലി കെയർ. At the beginning of the article, Abhay B. Mane says that when the life expectancy has increased, there had occurred a sudden surge in the number of senior citizens. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ അബയ് മാനെ പറയുന്നു, ആയുർദൈർഘ്യം കൂടിയപ്പോൾ മുതിർന്ന പൗരന്മാർ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരുടെ എണ്ണം പെട്ടെന്ന് കുതിച്ചുയർന്നു. Some predict that developing countries will have 840 million elderly in 2025. ചിലർ പ്രവചിക്കുന്നത് 2025 ആവുമ്പോഴേക്കും വികസിക്കുന്ന രാജ്യങ്ങളിൽ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യ, 840 ദശലക്ഷം പ്രായം ചെന്ന ആൾക്കാരുണ്ടാവുമെന്നാണ്. In India, there will be 158.7 million elderly in 2025. എന്നാൽ ഇന്ത്യയിൽ 2025 ആവുമ്പോഴേക്കും 158.7 ദശലക്ഷം പ്രായം ചെന്ന ആൾക്കാരുണ്ടാവുമെന്ന് പറയുന്നു. This sudden surge in the geriatric population has created social, medical, sociological and economic problems. അങ്ങനെ ഈ പ്രായം ചെന്ന ആൾക്കാരുടെ ജനസംഖ്യ ഇങ്ങനെ പെട്ടെന്ന് കൂടിയപ്പോൾ സാമൂഹ്യപരമായും ചികിത്സാപരമായും സാമൂഹ്യ ശാസ്ത്രപരമായും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളും നേരിടാൻ തുടങ്ങി. ഓൾസോ ദി എൽഡർലി ആർ ഫേസിംഗ് എ ഫിനാൻഷ്യൽ ക്രൈസിസ് and suffer from chronic diseases like heart disease. അപ്പോൾ പ്രായം ചെന്ന ആൾക്കാർ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നു. അതുപോലെ അവർ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് വിട്ടുമാറാത്ത രോഗങ്ങൾ. അതിന് ഉദാഹരണമാണ് ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ്. ഒരു കാര്യം കൂടെ പറയാം, എൽഡർലി പീപ്പിൾ നമ്മൾ എഴുതില്ല, എൽഡർലി എന്നാണ് എഴുതുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. തിങ്സ് ആർ സംവാട്ട് ഡിഫറെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഇന്ത്യൻസ് ലിവ് ഇൻ മെനി റീജിയൻസ് വിച്ച് ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. ഇന്ത്യക്കാർ പല പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്, ആ സ്ഥലങ്ങൾ ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓൾസോ ദേ പ്രാക്ടീസ് മെനി റിലീജിയൻസ്, കൾച്ചേഴ്സ് ആൻഡ് ട്രഡീഷൻസ്. അതുപോലെ ഇന്ത്യക്കാർ പല മതവിശ്വാസങ്ങളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠിക്കുന്നു. ദീസ് അഫക്റ്റ് ദെയർ തോട്ട് പ്രോസസ്സസ്. ഇതെല്ലാം അവരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നു. ഹെൻസ് ജീറിയാട്രിക് കെയർ ഡിഫേഴ്സ് ഇൻ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതുകൊണ്ട് പ്രായം ചെന്നവരെ പരിചരിക്കുന്നത് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. മോസ്റ്റ് ഓഫ് ദി എൽഡർലി ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം ദെയർ ഫാമിലി, അക്വൈൻറ്റൻസ് ആൻഡ് സൊസൈറ്റി. ഒരുപാട് മുതിർന്ന ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നും പരിചയമുള്ളവരിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും സ്നേഹവും കരുതലും കിട്ടുന്നില്ല. സംടൈംസ് ദേ കുഡ് നോട്ട് എൻജോയ് സോഷ്യൽ റൈറ്റ്സ്. ചില സമയം അവർക്ക് സോഷ്യൽ റൈറ്റ്സും ആസ്വദിക്കാൻ പറ്റുന്നില്ല. സോഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് സമൂഹത്തിലെ അതോറിറ്റീസ് നൽകുന്ന അവകാശങ്ങളാണ്. Senior citizens are not getting the best medical support in many countries. ഒരുപാട് രാജ്യങ്ങളിൽ പ്രായം ചെന്ന ആൾക്കാർക്ക് നല്ല മെഡിക്കൽ പിന്തുണ ലഭ്യം അല്ല. Since elderly people have serious health issues and malnutrition, they consume expensive medicines, consult doctors and opt for rehabilitations. ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും അവർ നേരിടുന്നു. അതുപോലെ അവർക്ക് പോഷകാഹാരക്കുറവുമുണ്ട്. അതുകൊണ്ട് അവർ വിലയേറിയ മരുന്നുകൾ കഴിക്കുന്നു, അവർ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, അതുപോലെ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുമുണ്ട്. The public health system does not have enough physical infrastructure for the elderly.
പ്രായം ചെന്ന ആൾക്കാരെ നോക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വളരെ കുറച്ചാണുള്ളത്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ബിൽഡിങ്സ് വേണം, പിന്നെ രോഗികളെ ട്രീറ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, അതുപോലെ ബെഡ് വേണം, തുടങ്ങിയ വേണം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓൾസോ only a few hospitals provide geriatric services. അതുപോലെ പ്രായം ചെന്ന ആൾക്കാർക്കുള്ള സേവനങ്ങൾ വളരെ കുറച്ച് ആശുപത്രികളെ നൽകുന്നുള്ളൂ. For example, Sri Ramchandra Medical Center, Chennai has geriatric care clinic. ഉദാഹരണത്തിന് ശ്രീ രാമചന്ദ്ര മെഡിക്കൽ സെൻറ്റർ, അത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ജീറിയാട്രിക് കെയർ ക്ലിനിക് ഉണ്ട്. ഓൾസോ ദ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ലാക്സ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് എക്സ്പേർട്സ് ഇൻ ദ ജീറിയാട്രിക്സ് ഫീൽഡ്. അപ്പോൾ പ്രായം ചെന്നവരെ നോക്കുവാൻ വേണ്ടി മെഡിക്കൽ വിദഗ്ധരും ആരോഗ്യ വിദഗ്ധരും പൊതുജനാരോഗ്യ സംവിധാനത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. These are the challenges that the elderly are facing. മുതിർന്ന ആൾക്കാർ നേരിടുന്ന ചില വെല്ലുവിളികളാണ് ഇപ്പോൾ പറഞ്ഞത്. In India, people used to live in a joint family. ഇന്ത്യയിൽ സാധാരണ ആയിട്ട് ആൾക്കാർ കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. പണ്ടത്തെ കാര്യമാണ്. Such a family consists of infants, children, teenagers, youth, middle-aged and the elderly. അപ്പോൾ ഇങ്ങനത്തെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, കൗമാരപ്രായക്കാരുണ്ട്, യുവജനങ്ങളുണ്ട്, മധ്യവയസ്കരുണ്ട്, അതുപോലെ പ്രായം ചെന്ന ആൾക്കാരുമുണ്ട്. In such a family, the elderly got love, care, support and respect from them. ഇങ്ങനെ ഒരു കുടുംബത്തിൽ മുതിർന്നവർക്ക് സ്നേഹവും കരുതലും പിന്തുണയും അതുപോലെ ബഹുമാനവും ലഭിച്ചിരുന്നു. Today, people are living in nuclear families and the family members abandon the elderly. പക്ഷെ ഇന്ന് ആൾക്കാർ ജീവിക്കുന്നത് അണുകുടുംബത്തിലാണ്. അണുകുടുംബത്തിൽ നിങ്ങൾക്കറിയാലോ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ആ കുടുംബത്തിലെ അംഗങ്ങൾ മുതിർന്ന ആൾക്കാരെ ഉപേക്ഷിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. In 2006, 18.7% of elderly lived either alone or with their spouse. അപ്പോൾ 2016 18.7% മുതിർന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. That means that they have loneliness and are not getting mental support. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവർ ഏകാന്തത അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ അവർക്ക് മാനസിക പിന്തുണയും കിട്ടുന്നില്ല. Also, the elderly who are living in cities and suburbs have caregivers. അതുപോലെ നഗരത്തിലും നഗര പരിസരത്തും ജീവിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക്, പ്രായം ചെന്ന ആൾക്കാർക്ക് കെയർ ഗീവേഴ്സ് ഉണ്ട്. കെയർ ഗീവേഴ്സ് എന്താണ്? ഇവരെ പരിചരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്നത്. In India, senior citizens are not getting enough social security. നമ്മുടെ ഇന്ത്യയിൽ മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക സുരക്ഷ കിട്ടുന്നില്ല. They are not getting insurance from the insurance company. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നില്ല. Those who have a job are receiving money through pension to meet their daily living expenses. ദൈനംദിന ജീവിത ചെലവിനായിട്ട് ജോലിയുള്ളവർക്ക് പെൻഷൻ വഴി അവർക്ക് പൈസ കിട്ടുന്നു. The rest are facing financial problems. എന്നാൽ പെൻഷൻ ഇല്ലാത്തവർക്കോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. But the Indian government has introduced some schemes to help the elderly financially. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റ് മുതിർന്ന പൗരന്മാരെ സഹായിക്കുവാൻ വേണ്ടി കുറച്ച് കർമ്മ പദ്ധതികൾ കൊണ്ടുവന്നു. ഫിനാൻഷ്യലി എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി സഹായിക്കുവാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, പ്രധാൻ മന്ത്രി വയ വന്ദന സ്കീം ഇസ് എ പെൻഷൻ സ്കീം ഫോർ സീനിയർ സിറ്റിസൺസ് അബവ് 60. അതിന് ഉദാഹരണമാണ് പ്രധാൻ മന്ത്രി വായ വന്ദന സ്കീം. ഇതൊരു പെൻഷൻ സ്കീമാണ്. 60 വയസ്സിന് മേലുള്ള മുതിർന്ന പൗരന്മാർക്ക് കിട്ടുന്നതാണ്. The elderly live either in urban areas or a rustic world. മുതിർന്ന പൗരന്മാര് ഒന്നെങ്കിൽ അവർ
നഗരത്തിൽ ജീവിക്കും അല്ലെങ്കിൽ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. In the village, they get care, emotional support and love from the family members because they are part of a joint family. എന്നാൽ ഗ്രാമത്തിൽ അവർക്ക് കരുതൽ കിട്ടുന്നു, മാനസിക പിന്തുണയും സ്നേഹവും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നു. കാരണം ഗ്രാമത്തിൽ എന്താണ്, അണുകുടുംബമല്ല ഉള്ളത്, കൂട്ടുകുടുംബമാണ് ഉള്ളത്. Based on caste, culture and economic and social background, the elderly are treated differently in different places. അപ്പോൾ ജാതി, സംസ്കാരം, സാമ്പത്തികപരമായ ബാക്ക്ഗ്രൗണ്ടും സാമൂഹ്യപരമായ പശ്ചാത്തലവും നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, പല സ്ഥലങ്ങളിലും മുതിർന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. For example, a case study finds that people treat elderly women and elderly men differently. ഉദാഹരണത്തിന് ഒരു കേസ് സ്റ്റഡി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, ആൾക്കാർ പ്രായം ചെന്ന സ്ത്രീകളെയും പ്രായം ചെന്ന പുരുഷന്മാരെയും രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. Elderly women who have elementary education face financial problems and have low mental health. പ്രായം ചെന്ന സ്ത്രീകൾക്ക് എലമെൻ്ററി എഡ്യൂക്കേഷൻ മാത്രമേ കാണുകയുള്ളൂ, അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് അവർ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നു, അതുപോലെ അവരുടെ മാനസികാരോഗ്യവും വളരെ കുറവാണ്. ദി എൽഡർലി ഇൻ ഇന്ത്യ ഫേസ് സം ചലഞ്ചസ്. ഇന്ത്യയിലുള്ള പ്രായം ചെന്ന ആൾക്കാർ കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നു. In India, nuclear families are rising. ഇന്ത്യയിൽ അണുകുടുംബങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം കൂട്ടുകുടുംബങ്ങൾ അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. It is a challenge for the elderly because their children who have jobs abandon them. അപ്പോൾ പ്രായം ചെന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും. ഈ കുട്ടികൾ ജോലിപരമായി പല സ്ഥലങ്ങളിലും പോകും. ആ കാരണം കൊണ്ട് ഇവരെ ഉപേക്ഷിക്കുന്നു. Since multiple service providers are limited in India, the elderly are not getting home care. ഇന്ത്യയിൽ ഒന്നിലധികം സേവനദാതാക്കൾ കുറവാണ്. അതുകൊണ്ട് പ്രായം ചെന്നവർക്ക് വീട്ടിൽ കിട്ടുന്ന പരിചരണം കിട്ടുന്നില്ല. മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ സേവനദാതാക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രായം ചെന്നവരെ സംബന്ധിച്ച് ഡോക്ടേഴ്സ് വേണം, പിന്നെ ഇവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള മെഡിക്കൽ ഷോപ്സ് വേണം, ഇവരെ കെയർ ചെയ്യാൻ വേണ്ടി കെയർ ഗീവേഴ്സും വേണം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ ഈ 3 സേവനങ്ങളും നൽകുകയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. Though the elderly have health insurance, they are not getting its benefits. പ്രായം ചെന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ നേട്ടങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസിന് പ്രായപരിധിയുണ്ട്. ആ പ്രായപരിധി കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. Lack of geriatricians posits a challenge for the elderly. അപ്പോൾ പ്രായം ചെന്നവർ നേരിടുന്ന വേറൊരു വെല്ലുവിളിയാണ് ജീറിയാട്രീഷ്യൻസിൻ്റെ കുറവ്. പ്രായം ചെല്ലുന്നവരെ നോക്കുന്ന ഡോക്ടേഴ്സിനെയാണ് ജീറിയാട്രീഷ്യൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ജീറിയാട്രിക്സ് കോഴ്സസ്, ഫോർ എക്സാമ്പിൾ ഡിപ്ലോമ ഇൻ ജീറിയാട്രിക് കെയർ മാനേജ്മെൻറ്റ് ആർ ലിമിറ്റഡ്. കാരണം ഇന്ത്യയിൽ ജീറിയാട്രിക്സ് കോഴ്സസ് വളരെ കുറച്ചേ ഉള്ളൂ. ജീറിയാട്രിക്സ് കോഴ്സസിന് ഒരു ഉദാഹരണമാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്, ഡിപ്ലോമ ഇൻ ജീറിയാട്രിക് കെയർ മാനേജ്മെൻറ്റ്. ഓക്കെ, that is why there are a few geriatricians in India. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ വളരെ കുറച്ച് geriatricians ഉള്ളത്. The urban areas provide old age homes like Sai Charan Senior Citizens Home in Chennai and rehabilitation centers like District Rehabilitation Center in Lal Bagh and geriatric caring centers. അപ്പോൾ നഗരങ്ങളിൽ വൃദ്ധസദനങ്ങളുണ്ട്, അതുപോലെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അതിൻ്റെ പേരാണ് ജീറിയാട്രിക് കെയറിംഗ് സെൻറ്റേഴ്സും ഉണ്ട്.
അപ്പോൾ ഓൾഡ് ഏജ് ഹോംസിന് എക്സാമ്പിൾ സായ് ചരൺ സീനിയർ സിറ്റിസൺസ് ഹോം, അത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിന് എക്സാമ്പിൾ ഡിസ്ട്രിക്ട് റീഹാബിലിറ്റേഷൻ സെന്റർ, ലാൽബാഗിലാണ് ഉള്ളത്. ബട്ട് ദി എൽഡർലി ഇൻ ദ വില്ലേജ് ആർ നോട്ട് ഗെറ്റിംഗ് ദീസ്. പക്ഷേ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പ്രായം ചെന്നവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. It is also a challenge because 75% of the elderly live in villages. ഇതൊരു വെല്ലുവിളിയാണ്, കാരണം 75% പ്രായം ചെന്നവരും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. In old age, senior citizens rely on their families for everything. വയസ്സാകുമ്പോൾ മുതിർന്ന പൗരന്മാര് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കുടുംബങ്ങളെയാണ് ആശ്രയിക്കുന്നത്. They do not have sufficient money for doing their personal affairs. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവർക്ക് മതിയായ പണം ഉണ്ടാകില്ല. They face social isolation and health issues like chronic diseases, anxiety, schizophrenia, behavioral disorders. അതുപോലെ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. അതുപോലെ അവർ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ക്രോണിക് ഡിസീസസ് ഉണ്ട്, അതിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, പിന്നെ ആൻസൈറ്റി, വ്യാകുലതകൾ. സ്കിസോഫ്രീനിയ ഒരു മാനസിക രോഗമാണ്. ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ആൻ എക്സാമ്പിൾ ഹൈപ്പർ ആക്റ്റീവ്, അതൊരു ബിഹേവിയറൽ ഡിസോർഡർ ആണ്. ഓക്കെ, the 52nd round of the National Sample Survey Organization found out that nearly 50% of the elderly rely on others fully and 85% on others for day-to-day maintenance. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇന്ത്യയിലാണുള്ളത്. നമ്മുടെ രാജ്യത്ത് മുഴുവനും സർവേകൾ ഈ ഓർഗനൈസേഷൻ നടത്താറുണ്ട്. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർവേ നടത്തുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ കണ്ടെത്തിയ കാര്യമാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 50% പ്രായം ചെന്നവര് പൂർണ്ണമായും മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നു. അതുപോലെ 85% പ്രായം ചെന്നവര് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. Since the elderly, especially elderly women, do not have financial independence, they often neglect their health. അപ്പോൾ പ്രായം ചെന്നവർ, പ്രത്യേകിച്ച് പ്രായം ചെന്ന സ്ത്രീകൾ, നിങ്ങൾക്കറിയാം അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല. ഈ കാരണം കൊണ്ട് അവർ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല. എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അവർ ഡോക്ടേഴ്സിനെ കാണില്ല, മരുന്ന് വാങ്ങിക്കാറും ഇല്ല. As the article ends, Abhay B. Mane says that the government, society and NGOs in India should do something for the elderly. ഈ ആർട്ടിക്കിൾ അവസാനിക്കുമ്പോൾ അഭയ് ബി മാനെ പറയുന്നത് പ്രായം ചെന്നവർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ്, സമൂഹവും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. They should conduct welfare programs. അവർ ക്ഷേമ പരിപാടികൾ നടത്തണം. This program should stress to give care, respect and love to the elderly. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്രായം ചെന്നവർക്ക് നമ്മൾ എല്ലാവരും കരുതലും ബഹുമാനവും സ്നേഹവും നൽകണം. അപ്പോൾ ഇതിനെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കണം. As the article ends, Abhay B. Mane highlights the importance of having an integrated and response system in India to help the elderly. അപ്പോൾ ഈ ആർട്ടിക്കിൾ അവസാനിക്കുമ്പോൾ അഭയ് ബി മാനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രായം ചെന്നവരെ ഇന്ത്യയിൽ കെയർ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും ലവ് ചെയ്യാനും നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് റെസ്പോൺസ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതോടുകൂടി സമ്മറി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.